അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷബീർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നേരത്തെ താങ്കളുടെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഇസ്ലാമിക രാഷ്ട്രം എന്നത് ഒരു മുസ്ലിമിൻ്റെ അവൻ്റെ പ്രവർത്തനങ്ങളിലെ ഒരു ലക്ഷ്യമായി ഒരിക്കലും മാറുന്നില്ല എന്ന്. പക്ഷേ നമുക്കറിയാം, ലോകത്ത് കടന്നുപോയിട്ടുള്ള എല്ലാവിധ ഭരണ സംവിധാനങ്ങളും മുതലാളിത്തം നമുക്ക് മുന്നിൽ തകർന്നടിഞ്ഞു. കമ്മ്യൂണിസം സമത്വം എന്ന് പറഞ്ഞെങ്കിലും സമൂഹത്തിനിടയിൽ അത് അരാജകത്വം മാത്രം നിറച്ചുകൊണ്ട് അതും കാലവിശേഷമായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒക്കെ മുന്നിൽ ഇപ്പോൾ ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണ വ്യവസ്ഥ എന്നോണം നിൽക്കുന്നതാണ് ഇസ്ലാമിക ഭരണ വ്യവസ്ഥ. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ഒരിക്കലും മുസ്ലിങ്ങളുടെ രാഷ്ട്രം എന്ന ലെവലിൽ അല്ല. നമുക്കറിയാവുന്ന പോലെ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തുള്ള ഭരണത്തിലൊക്കെ നമുക്കറിയാവുന്നതുപോലെ അതൊരിക്കലും മുസ്ലിങ്ങളുടെ ഭരണവുമല്ല. അപ്പം എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ നീതിപൂർണമായ ഒരു രാഷ്ട്രത്തിന് ഇസ്ലാമിക രാഷ്ട്രം സാക്ഷ്യം വഹിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പുള്ളതാണ്. അപ്പോൾ മുസ്ലിങ്ങളല്ലാതെ പിന്നെ ആരാണ് ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം കൊണ്ടുവരിക? കാരണം ഇപ്പോൾ തന്നെ ഇവിടെ ജനാധിപത്യം പോലുള്ള സിസ്റ്റങ്ങൾ പോലും അഴിമതികളിൽ മറ്റും നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രം മുസ്ലിങ്ങളല്ലാതെ നമ്മുടെ ലക്ഷ്യമായിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് കൊണ്ടുവരിക? പിന്നെ രണ്ടാമതൊരു ചോദ്യം കൂടിയും, ഫലസ്തീൻ പോലുള്ള രാഷ്ട്രങ്ങളിലും ഗാസയിലുമൊക്കെ ഇസ്രായേൽ അമേരിക്ക സാമ്രാജ്യത്വങ്ങളോട് പടപൊരുത്തിക്കൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ള, ഹമാസ് എന്ന ഗ്രൂപ്പുകളെ കുറിച്ചിട്ടുള്ള നമ്മുടെ നിലപാട് എന്തായിരിക്കണം? മുസ്ലിങ്ങളല്ലാതെ പിന്നെ ആരാണ് ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി പണിയെടുക്കുക എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. മുസ്ലിങ്ങൾ എന്ത് പണിയെടുക്കുകയാണെങ്കിലും അതിന് പടച്ചോൻ്റെ അടുത്തു നിന്നുള്ള കൂലി കിട്ടണം. പടച്ചോൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വേണം. ഇസ്ലാമിക രാഷ്ട്രം മുസ്ലിങ്ങൾക്ക്, ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ, ആഗ്രഹമില്ലാത്ത ഒരു മുസ്ലിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു മുസ്ലിമിന് ഇഷ്ടമില്ലാത്ത ഒന്നല്ല. എന്നാൽ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കണമെന്ന് റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, ലോകത്താരും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണത്? എൻ്റെ സുഹൃത്ത് ചോദ്യം അദ്ദേഹത്തിൻ്റെത് തന്നെയാണെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിനെ അവരാരും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാം കമ്മ്യൂണിസ്റ്റ് ദർശനത്തെ പോലെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ഒരു ദർശനമല്ല. ഇസ്ലാം താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നൊരു ദർശനമാണ്. ഇസ്ലാം ചെയ്യുന്നത് ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കി ജനങ്ങളെ സംസ്കരിക്കുക എന്ന പണിയല്ല, സംസ്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിയമങ്ങൾ നടപ്പാക്കുക എന്ന പണിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ചെയ്യേണ്ട പണി ഇസ്ലാമിക പ്രബോധനം എന്ന ഉത്തരവാദിത്വമാണ്. ആ ഇസ്ലാമിക പ്രബോധനം എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുകയും ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുമ്പോൾ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ആളുകൾക്ക് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം ആവശ്യമായി വരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി കടന്നു വരുന്നതാണ് രാഷ്ട്ര സംവിധാനം എന്നത്. അതിനുവേണ്ടി ഒരു പണിയെടുക്കൽ, അതിനുവേണ്ടി ഒരു പോരാടൽ, അതിനുവേണ്ടി ആളക്കൂട്ടൽ, അതിനുവേണ്ടി ഒരു പ്രചരണം റസൂലുള്ളാഹിയുടെ സഹാബത്തിന്റെ ഒന്നും തന്നെ ജീവിതചര്യയിലില്ല എന്നതുകൊണ്ടാണ് അത് നമ്മുടെ ഒരു അജണ്ടയാണ് എന്ന് പറയാത്തത്. അതേസമയം ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവാണ് അധികാരം നൽകുന്നതും അധികാരം എടുത്തു കളയുന്നതും. ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് ചെയ്യണം ഓരോ രംഗത്തും എന്നുള്ളതിന് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളുടെ അടിത്തറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചു എന്നതാണ്. റസൂലുള്ളാഹി നീണ്ട 13 വർഷക്കാലം മക്കാ രാജ്യത്ത് ജീവിച്ചപ്പോൾ മക്കാ രാജ്യത്തിൽ നിന്ന് തൻ്റെ സഹാബിമാർ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചപ്പോൾ അവരോട് നിങ്ങൾ പണിയെടുക്കേണ്ടത്, നിങ്ങൾ പ്രയാസപ്പെടേണ്ടത്, നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് ഒരു രാജ്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞില്ല. ഇതാ നീതിനിഷ്ഠമായ ഒരു രാജ്യം നമുക്കുണ്ടാകാൻ പോകുന്നുണ്ട്, ആ നീതിനിഷ്ഠമായ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രചരിപ്പിക്കണം, അതാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് പഠിപ്പിച്ചില്ല. പിന്നെ എന്താണ് ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പ്രചരിപ്പിച്ചു. ആഖിറത്തിലുള്ള വിശ്വാസം ശരിക്ക് ജനങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിച്ചു. ആളുകളുണ്ടായി. മദീന എന്ന രാജ്യത്തിലെ ഔസ്, ഖസ്റജ് തുടങ്ങിയ 2 ഗോത്രങ്ങളിലെ മിക്കവാറും ആളുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവർ മക്കയിലെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലേക്ക് ക്ഷണിച്ചു. മദീനയിലെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു ഗോത്ര ഭരണ സംവിധാനം ഉണ്ടായിരുന്നിടത്ത് വളരെ കൃത്യമായൊരു ഇസ്ലാമിക സമൂഹത്തെ സൃഷ്ടിച്ച് ലോകത്തിന് മാതൃകയായി. ഇവിടെ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ ഒരു മുസ്ലിം ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുന്നുവെങ്കിൽ ഒരാൾക്കും അതിന് എതിർപ്പില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ദഅവത്ത് നിർവഹിക്കുകയും ആളുകൾക്ക് ഇസ്ലാം എത്തിക്കുകയും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവുകയും അവരുടെ സ്വാഭാവികമായ ആവശ്യമായി ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അതല്ലാതെ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി ആളുകളെ കൂട്ടുക എന്നൊരു ഏർപ്പാടില്ല. ഇവിടെ ഇസ്ലാം പറഞ്ഞ നീതി നടപ്പാക്കണമെങ്കിൽ, നിങ്ങൾ പറഞ്ഞു ജനാധിപത്യമടക്കം അഴിമതിയിൽ അധിഷ്ഠിതമാണ്, അഴിമതിയില്ലാത്ത ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം എങ്ങനെയാണ് ഉണ്ടാവുക? അഴിമതിയില്ലാത്ത ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം എങ്ങനെയാണ് ഉണ്ടാവുക? ആ രാഷ്ട്ര സംവിധാനം ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായി വിശ്വാസം മനസ്സിലേക്ക് കടന്ന ആളുകൾ ഉണ്ടാകണം. വിശ്വാസം കേവലം പുറമെയുള്ള പ്രവർത്തനങ്ങളിലല്ല, മനസ്സിലേക്ക് കടന്ന ആളുകൾ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അഴിമതിയില്ലാത്ത ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം അഴിമതിയിലാക്കും. ഇസ്ലാമിക രാഷ്ട്രം അഴിമതിയിലാകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പാതിരാക്കും പച്ച വെളിച്ചത്തിലും രഹസ്യത്തിലും പരസ്യത്തിലുമെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, പരലോകത്ത് തനിക്ക് ശിക്ഷയും രക്ഷയും നൽകുന്ന പടച്ചവൻ, അവനിലുള്ള കൃത്യമായ ബോധമുള്ള സമൂഹമുണ്ടാകുമ്പോഴാണ്, ആ സമൂഹത്തിലാണ് ഇസ്ലാമിക രാഷ്ട്രം തന്നെ കടന്നു വരുന്നത്, രാഷ്ട്രം പ്രസക്തമാകുന്നത്. നിങ്ങൾക്കറിയാലോ, ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിയമങ്ങൾ പോലും നടപ്പാക്കിയത് എങ്ങനെയാണ്? പോലീസിനെ ഉപയോഗിച്ചിട്ടല്ല. എങ്ങനെയാണത്? മദ്യം നിരോധിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ മദീനയിലെ തെരുവിലൂടെ മദ്യത്തിന്റെ പുഴയൊഴുകി. എങ്ങനെ ഒഴുകി? പ്രവാചകന്റെ പട്ടാളക്കാർ വന്നിട്ട് മദ്യം തട്ടിപ്പൊളിക്കല്ല ചെയ്തത്, മറിച്ച് അത് കുടിച്ചിരുന്നവർ, അത് വിറ്റിരുന്നവർ, അത് സൂക്ഷിച്ചിരുന്നവരെല്ലാം തന്നെ പൊട്ടിച്ചൊടുക്കിയത് കൊണ്ടാണ് ഇവിടെ പുഴയൊഴുകിയത്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഉള്ള ഒരാൾ രഹസ്യമായി ആരാരും അറിയാതെ വ്യഭിചരിച്ചു പോകുന്നു. ആരും കണ്ടിട്ടില്ല. ഇസ്ലാമിക നിയമപ്രകാരം 4 സാക്ഷികൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ്, സത്യസന്ധരായ 4 സാക്ഷികൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് വ്യഭിചാരിണിയെ ശിക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ, ആ സാക്ഷികളില്ലെങ്കിൽ അവരെ വെറുതെ വിടണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. പക്ഷേ ഇവരാരും കാണാതെ ചെയ്തു പോയ ഈ തെറ്റ്, ആ തെറ്റ് പക്ഷേ അവർക്ക് അല്ലാഹുവിലുള്ള ബോധമുണ്ടായപ്പോൾ സ്വാഭാവികമായും മാനുഷികമായ ചപലതക്ക് അടിപ്പെട്ടുകൊണ്ട് ആ തെറ്റ് ചെയ്ത ആളുകൾ പ്രവാചകന്റെ കോടതിയിൽ വന്നിട്ട് പറയാണ്, പ്രവാചകരെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു പോയി, ശിക്ഷിക്കണേ എന്ന്. ഇതാവശ്യപ്പെടുന്ന തലത്തിലേക്ക് ആളുകളെ മാറ്റുക എന്നുള്ളതാണ് ഇസ്ലാം ആദ്യമായി ചെയ്യുന്നത്. അത് ചെയ്യുക എന്ന പ്രവർത്തനത്തിനാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ആ പ്രവർത്തനം നടക്കുകയും ഈ മാനസികാവസ്ഥയിൽ ആ ആളുകൾ മാറുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം ഉണ്ടാവുക. ആ രാഷ്ട്ര സംവിധാനത്തിന് വേണ്ടി പണിയെടുക്കുകയല്ല ചെയ്യുക. നമ്മൾ ചെയ്യേണ്ടത് ഈ മാനസികാവസ്ഥയുള്ള ആളുകളെ സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള പണിയെടുക്കലാണ്. ആ പണിയെടുക്കൽ പരലോകത്തുള്ള ബോധം വളർത്തുക വഴി, അള്ളാഹുവിലുള്ള വിശ്വാസം വളർത്തുക വഴി, ഇസ്ലാമിക സാങ്കേതിക സംജ്ഞ അനുസരിച്ച് തൗഹീദിലും ആഖിറത്തിലും റിസാലത്തിലുമുള്ള കൃത്യമായ അവബോധം ഉണ്ടാക്കുക വഴിയാണ് ചെയ്യേണ്ടത്. അതാണ് മുസ്ലിമിന്റെ ധർമ്മം. അതല്ലാതെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാൽ നീതി ഉണ്ടാകും, ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാൽ നല്ല ഭരണമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടല്ല. അതായിരുന്നെങ്കിൽ റസൂലുള്ളാഹിയിൽ നിന്ന് പഠിച്ച സഹാബിമാർ അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലസ്തീനിലായാലും ഗാസയിലായാലും ലോകത്തെവിടെയായിരുന്നാലും ഒരു മുസ്ലിമിന് അയാളുടെ സമരരീതികൾ അവലംബിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലാകണം. എവിടെയാണെങ്കിലും തീർച്ചയായും മുസ്ലിമായി ജീവിക്കുവാൻ അനുവദിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അനിവാര്യമായ ഘട്ടത്തിൽ ആയുധമെടുക്കുവാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ആയുധം എടുക്കലിന് ചില നിബന്ധനകൾ വളരെ കൃത്യമായി തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതെവിടെയാണെങ്കിലും ബാധകമാണ്. ഒരാൾക്ക് നമ്മൾക്ക് പ്രയാസമുണ്ടാകുന്നു എന്നതുകൊണ്ട് മാത്രം ഇസ്ലാമികമായൊരു നിയമം മാറുകയില്ല. പലസ്തീനിൽ മുസ്ലിങ്ങൾ ക്രൂരമായി കുടിയൊടിപ്പിക്കപ്പെട്ടു. ജൂതന്മാർ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മതത്തോടുകൂടി തങ്ങളുടെ രാഷ്ട്രമുണ്ടാക്കി. പലസ്തീനിലെ മുസ്ലിങ്ങളും ക്രൈസ്തവരുമാകുന്ന പലസ്തീനികൾക്ക് നാട് നഷ്ടപ്പെട്ടു. അവർക്ക് വിലാസമില്ലാത്ത അവസ്ഥയുണ്ടായി. ഈ അവസ്ഥകളിൽ അവരെന്ത് ചെയ്യണം? അവർ ചെയ്യേണ്ടത് ആത്മഹത്യാ ബോംബുകളായി തീർന്ന് പല ഇസ്രായേലികളെ കൊല്ലലാണ് എന്ന് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും പഠിപ്പിക്കാത്തിടത്തോളം കാലം അതാണ് എന്ന് പറയാൻ മുസ്ലിമിന് നിർവാഹമില്ല. അവർ ചെയ്യേണ്ടത്
നിലവിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങളിൽ എന്ത് നിലപാടാണ് മുസ്ലിം സ്വീകരിക്കേണ്ടത് എന്ന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അവിടെയുള്ള പണ്ഡിതന്മാർ പഠിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യണം. അങ്ങനെ നിലപാടുകൾ സ്വീകരിക്കുക വഴി ഉണ്ടാകുന്ന മോചനമാണ് ആ മോചനത്തിനാണ് അവർ ശ്രമിക്കേണ്ടത്. അങ്ങനെ അവർക്ക് മോചനം ഉണ്ടായിട്ടില്ലെങ്കിൽ, ആ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ടും മതവിരുദ്ധമായൊരു നിലപാട് സ്വീകരിക്കുവാൻ മുസ്ലിമിന് നിർവാഹമില്ല. ആ ഉണ്ടായിട്ടില്ലെങ്കിൽ എല്ലാ നീതിയും ഭൂമിയിൽ നിന്ന് നടപ്പാകൂല എന്നാണ് മുസ്ലിം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ നീതിയിലും ഭൂമിയിൽ നടപ്പാകൂല. നീതി പൂർണ്ണമായി നടപ്പാക്കപ്പെടുന്ന പരലോകത്തിൽ വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. പരലോകത്ത് വെച്ച് മരണാനന്തര ജീവിതത്തിൽ ആരുടെയും ശുപാർശ നടക്കാത്ത, ആരെയും സ്വാധീനിക്കാൻ സാധിക്കാത്ത പടച്ചവൻ അവന്റെ നീതി നടപ്പാക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ഷമിക്കാനും പ്രമാണങ്ങളിൽ ഒതുങ്ങി നിൽക്കുവാനുമാണ് മുസ്ലിം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എവിടെയാണെങ്കിലും, അത് ഇന്ത്യയിലാണെങ്കിലും മുസ്ലിങ്ങൾക്ക് പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ മുസ്ലിങ്ങൾ പ്രതികരിക്കണം, പ്രതിരോധിക്കണം. പക്ഷെ എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ, ഖുർആൻ പഠിപ്പിച്ച രീതിയിൽ എന്നാണ് അതിനുള്ള ഉത്തരം. എവിടെയാണെങ്കിലും